ഹായ്, ഞാൻ മെൽവിൻ ഇന്റീരിയർ ഡിസൈനർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലോത്തിങ് ഷോപ്പിന്റെ ഡിസൈനാണ്. അപ്പൊ നമുക്കെന്താ അറിയാം, ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ക്ലോത്തിന്റെ സെയിൽ നടക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അത് സുഡിയോ ആണ് അല്ലെ, സുഡിയോ. അപ്പൊ എന്തുകൊണ്ടാണ് സുഡിയോയിൽ ഇത്രയധികം കച്ചവടം ഉണ്ടാവാനായിട്ടുള്ള കാരണം? അവരുടെ ഇന്റീരിയറും അവരുടെ എക്സ്റ്റീരിയറും അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ അത്രയധികം അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവിടെയും പല പല കടകൾ ഇതുപോലെ ഓഫർ ആയിട്ടുള്ള കടകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ കടകളിൽ കയറിച്ചില്ല. കാരണം എന്താണ്, ആ കടയുടെ മുന്നിൽ നിന്ന് ആ കട കണ്ടാൽ തന്നെ നമുക്ക് കയറി പോകാനായിട്ട് തോന്നും. ഇന്നത്തെ ഈ ഒരു ടൈമില് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടോണ്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് കൂടുതലായിട്ട് ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കട അത് എത്ര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമ്മുടെ സെയിൽസിനായിട്ട് വളരെയധികം കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഏതൊരാളും നമ്മളിപ്പോ ഒരു കഫേ ആണെന്നുണ്ടെങ്കിലും ബ്യൂട്ടി പാർലർ ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അവരതിന്റെ ആംബിയൻസും അതിന്റെ ഇന്റീരിയറും നോക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്ലോത്തിങ് ഷോപ്പിന്റെ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ വേണം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഞാൻ കാണിക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പൊ അതിന്റെ പ്രീ സ്റ്റേജ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഡ്രോയിങ് കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈന്. സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന കസ്റ്റമേഴ്സ് കൂടുതലും ഷോപ്പിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ ഏതൊരാളും കഫേ ആണെന്നുണ്ടെങ്കിലും അവരതിന്റെ ആംബിയൻസും അതിന്റെ ഇന്റീരിയറും നോക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഗ്രീൻ, ബേജ്, കുറച്ച് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രീൻ കളറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൂവേർഡ് പാനലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ക്യാഷ് കൗണ്ടറിന്റെ മുകളിലും അതുപോലെ തന്നെ സീലിംഗിലായിട്ടും നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു പ്രൊഫൈല് പോലെ നമ്മൾ ഗ്രീൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൂവേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷാൻഡിലിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള സ്പോട്ട് ലൈറ്റിൽ നിന്നും മാറിയിട്ട് ആ ഒരു ഏരിയ മൊത്തം ലൈറ്റ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു ലൈറ്റിംഗ് സോഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ഷാൻഡിലിയർ കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ച് ടൈപ്പിലാണ് നമ്മൾ അതിന്റെ ഷെൽഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മുടെ ഇന്റീരിയർ ഫോട്ടോ എടുക്കുകയും അവര് അവരുടെ വാട്സാപ്പിലും അവരുടെ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യും. അങ്ങനെ അവർ പലരും അറിഞ്ഞ് നമ്മുടെ അടുത്ത് സെയിൽ വരുന്നതിനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ആ ക്യാഷ് കൗണ്ടറിന്റെ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ട്രെൻഡുകളായിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ക്ലയന്റുകൾ പെട്ടെന്ന് നമ്മൾ അട്രാക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് MDF വിത്ത് PU പെയിന്റ് അല്ലെങ്കിൽ മൾട്ടിവുഡ് വിത്ത് PU പെയിന്റ് ഫിനിഷിലാണ് നമ്മൾ ഗ്രീൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൂവേഴ്സ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് WBCയുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാനലുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ പാനലുകൾ യൂസ് ചെയ്യാതെ MDF അല്ലെങ്കിൽ മൾട്ടിവുഡ് ഒക്കെ എടുത്തിട്ട് അതിൽ പുട്ടിയിട്ട് രണ്ടോ ഒരേ വരച്ച് ആ ഒരു PU പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഉണ്ട്, ക്ലാസ് ഫിനിഷിംഗ് ആണ്. അതേപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ റെഡിമെയ്ഡ് കിട്ടുന്ന പാനലിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് ഒരു ബേജ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടെക്സ്ചർ പെയിന്റ് അല്ലെങ്കിൽ നമുക്ക് വാൾപേപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്രോപ്പിക്കലായിട്ട് വരുന്ന ഒരു വാൾപേപ്പർ അത് നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്യിപ്പിക്കാണെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് വാൾപേപ്പർ പ്രിന്റ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളൊരു വുഡന്റെ ഒരു ലാമിനേറ്റ് ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ്സിനും അതുപോലെ തന്നെ ഷെൽഫിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ലാമിനേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിംഗ് ആണെങ്കിൽ നമ്മൾ മാർബിൾ ഫ്ലോറിംഗ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. മാർബിളിലോ അല്ലെങ്കിൽ മാർബിളിന്റെ പ്രിന്റ് വരുന്ന നല്ല ടൈലുകൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ഷോപ്പ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് എന്തായാലും നമ്മൾ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്താലേ നമുക്ക് കച്ചവടം ഉണ്ടാവുന്ന കാര്യം വളരെയധികം ഉറപ്പാണ്. കാരണം സുഡിയോ, അതേപോലെ തന്നെ ട്രെൻഡ്സ്, അതുപോലെ തന്നെ ടോണിയൻകൈ, അങ്ങനെ ഏതൊരു ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റ് ഒക്കെ നോക്കുകയാണെങ്കിലും അതൊക്കെ വളരെയധികം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഷെഫ് പിള്ളയുടെ ഫുഡ് കഴിക്കാനും പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഇന്റീരിയർ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് ഇടാനും വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇത് വരാൻ പോവാണ്. പണ്ടത്തെ പോലെ ഷട്ടർ ഇട്ടിട്ടും അല്ലെങ്കിൽ എല്ലാം അടച്ചു വെച്ചിട്ടും കള്ളികൾ കുറെ അടിച്ചിട്ട് അതിൽ കുറെ സ്റ്റോക്ക് കയറ്റിക്കൊണ്ടൊന്നും അല്ല ഇനി ആളുകൾ അട്രാക്ട് ആവാൻ പോകുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ ആരാണോ പ്രസന്റ് ചെയ്യുന്നത് അവരുടെ അടുത്തായിരിക്കും ക്ലയന്റുകൾ വരുന്നതിനും അവർക്ക് സെയിൽ നടക്കുന്നതിനും ഉള്ള ചാൻസ് ഇനിയുള്ള ഒരു ടൈമില്. ഇനി നിങ്ങൾക്കും ടോപ്പ് കാര്യങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റീരിയർ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തീമൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് പൈസ ഇറക്കേണ്ടി വരും. എന്നാലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളത് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.